ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പെരുന്നാളെല്ലാം ആവാറല്ലേ? അപ്പോൾ പെരുന്നാൾക്ക് എന്തായാലും നമ്മളൊരു മധുരം ഉണ്ടാക്കും. ചിലർ പുഡിംഗ് ഉണ്ടാക്കും, ചിലർ പായസം ഉണ്ടാക്കും. അങ്ങനെ പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ആക്കി നോക്കട്ടെ. അടിപൊളിയായിട്ടുള്ള ബദാം പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബദാം പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഈ ഒരു ബൗളിലേക്ക് 1 കപ്പ് ബദാം ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളം കുതിർത്ത് വെക്കാം. നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുതിർത്ത് വെക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടുന്നത് ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഏതിലാണോ മെൽറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാനിൽ തന്നെ കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 9-10 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 1-1.5 കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ആ ഒരു സമയം കൊണ്ട് അറിയാലോ വീർത്തൊന്ന് സോഫ്റ്റായിട്ട് വന്നോളൂ. അപ്പോൾ അതവിടെ ഏതാ മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചിട്ട് അവിടെ മാറ്റി വെക്കുക കേട്ടോ. അങ്ങനെ ഇത് ഏകദേശം 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബദാമൊക്കെ ഒന്നങ്ങ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിവാക്കിയിട്ട് മൊത്തത്തിലായിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പാലും ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ ബദാം അളക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ ആദ്യം തന്നെ പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അത് നമുക്ക് ബദാം പുഡിങ് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് തരിതരികളോട് കൂടിയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഉണ്ടാക്കാം. അത് എങ്ങനെയാണോ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം ബദാം ആ ഒരു രീതിയിലാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഓവർ ഫൈനായിട്ടില്ല, എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് ആ ഒരു രീതിയിലാണ് അരച്ചെടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് ആദ്യം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് ടോട്ടൽ 3 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ 1 കപ്പ് നമ്മൾ അരക്കാൻ നേരത്തെ ഒഴിച്ചല്ലോ. അപ്പോൾ ഇതാ ബാക്കി 1 കപ്പ് മിക്സിയുടെ ജാറിലൊന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും 1 കപ്പും കൂടി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 3 കപ്പ് പാലാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ പാലും മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബദാമും പാലും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ പകുതി കണ്ടൻസ്ഡ് മിൽക്കും പകുതി പഞ്ചസാരയായിട്ട് അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ പഞ്ചസാര ചേർക്കാം. പക്ഷേ എപ്പോഴും പുഡിങ്ങിന് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒരു 1-1.5 ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കാൻ നോക്കണേ. എന്നിട്ട് പോരായ്മ ഉണ്ട് മധുരം നോക്കിയിട്ട് വീണ്ടും പഞ്ചസാര ചേർക്കാം. ഞാനിത് 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എനിക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ പുഡിങ്ങിൽ ചെറിയ രീതിയിൽ മധുരം മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം. അപ്പോഴേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടില്ലേ നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ നല്ല ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് കിട്ടുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണേ. അതുപോലെ തന്നെ ഇനിയൊന്ന് പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. പിന്നെ ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. കാരണം നമ്മൾ ബദാമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അടിയിൽ പോയിട്ട് ബദാമൊക്കെ നിന്നിട്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ പാലവിടെ നിന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസ് ഒരേ സമയത്ത് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ ബർണറിലായിട്ട് ചൈന ഗ്രാസും കൂടി മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഇടയ്ക്കിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം, പുഡിങ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ഉണ്ടാക്കാൻ, പക്ഷേ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അരിയത്തൊന്നും മാറാതെ അതിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാൻ നോക്കണേ. അങ്ങനെ നമ്മുടെ ചൈന ഗ്രാസ് അവിടെ നിന്ന് മെൽറ്റ് ആവുന്നുണ്ട്. അതിനിടയിൽ ഞാൻ പാലും ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. രണ്ടും ഒരേ സമയം മാനേജ് ചെയ്യാൻ നോക്കണേ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചൈന ഗ്രാസ് നോക്കി ഒട്ടും തന്നെ തരികളില്ലാതെ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് പാലും ഇതാ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി മുകളിലോളായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അവിടെ നന്നായിട്ട് കുറച്ച് വെക്കാം. എന്നിട്ട് ആ ഒരു സ്പോട്ട് തന്നെ ആ ഒരു സമയം തന്നെ പെട്ടെന്ന് ചൈന ഗ്രാസും ഫ്ലെയിം ഓഫ് ചെയ്ത് പെട്ടെന്ന് തന്നെ അരിച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒഴിച്ചു കൊടുക്കട്ടെ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എന്നിട്ട് ഇതുപോലെ അരിച്ചൊഴിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ തരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ വേണം. ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുന്ന സമയം തന്നെ ഒരു കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഫ്ലെയിം അവിടെ ആദ്യം തന്നെ നന്നായിട്ട് കുറച്ച് വെക്കട്ടെ. എന്നിട്ട് വേണം ചൈന ഗ്രാസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലരും പറയുന്ന കംപ്ലൈൻറ്റാണ് ചൈന ഗ്രാസ് ഒഴിക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോകുന്നു എന്നുള്ളത്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പാലിൻ്റെ മിക്സിൻ്റെ ടെമ്പറേച്ചറും നമ്മുടെ ചൈന ഗ്രാസിൻ്റെ ടെമ്പറേച്ചറും, അതായത് ചൂട് ഒരേ ലെവലിലാണെങ്കിൽ ഒരിക്കലും പിരിഞ്ഞു പോകില്ല കേട്ടോ. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാ എൻ്റെ പാല് നോക്കിയാൽ ഞാൻ ഇതിപ്പോൾ ലൈവായിട്ട് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. കൂടുതൽ എഡിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതാ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ പിരിഞ്ഞു പോകുന്ന പ്രശ്നം ഒന്നുമില്ല കേട്ടോ. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഒന്നങ്ങ് തിളച്ച് വരണം കേട്ടോ. അത്രയേ പരിപാടിയുള്ളൂ.
അങ്ങനെ ഇതെല്ലാം കൂടി ഒന്നങ്ങ് തിള വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ചൂടോടെ തന്നെ നമ്മൾ ഏതിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാനിലേക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒരു ട്രേയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ട്രേ ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റോ എന്തിലും ഒഴിച്ച് വെക്കുക കേട്ടോ, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ 2 ബൗളിലാക്കിയിട്ട് ഒരു ട്രേയിൽ ഒരു ബൗളിലായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ നല്ലപോലെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുക കേട്ടോ. 2-3 മണിക്കൂറൊക്കെ വെക്കുക. അതിൽ കൂടുതൽ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. മാക്സിമം എത്രത്തോളം തണുക്കുന്നോ അത്രയും പുഡിങ് ടേസ്റ്റ് വരും, അറിയാലോ. അങ്ങനെ ഇതാ നമ്മുടെ പുഡിങ് നല്ലപോലെ 3-4 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷമാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തണുപ്പിച്ചതിന് ശേഷം മാത്രം ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാൻ നേരത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒന്നുകിൽ ബദാം പൊടിച്ചിട്ട് അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ബദാം അണ്ടിപ്പരിപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ പിസ്ത സ്ലൈസ്, ഞാനിതിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒന്നങ്ങ് കളറായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ചൊന്ന് പിസ്ത സ്ലൈസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾക്ക് വലിയ പെരുന്നാൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ മൊത്തത്തിൽ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബൗളിലുള്ളത് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിൽ തട്ടി കൊടുത്തിട്ട് അങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ക്രീമി പുഡിങ്ങാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി നല്ല ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസിൻ്റെ അളവൊന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ, ഒരു 8 ഗ്രാമൊക്കെ എടുത്താൽ മതി. പക്ഷേ ഇതന്നെ അത്യാവശ്യം നല്ല ക്രീമിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബദാം പുഡിങ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ പെരുന്നാൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്